നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും. കീം 2024 കേരളത്തിലെ എഞ്ചിനീയറിംഗ് മേഖലയിലെയും മെഡിക്കൽ മേഖലയിലെയും അതുപോലെ ബി.ഫാം, ആർക്കിടെക്ചർ മേഖലയിലെയും ഗവൺമെൻറ്, സ്വകാര്യ മേഖലകൾ, അർദ്ധ സർക്കാർ മേഖലകളിലുള്ള കോളേജുകളുടെ പ്രൊഫഷണൽ അഡ്മിഷന് വേണ്ടി കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ 2024 ഏപ്രിൽ മാസത്തിൽ ക്ഷണിച്ചിരുന്നു. ഏപ്രിൽ 10 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുവാനും അതിനുശേഷം വിവിധ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാൻ 17 വരെയൊക്കെ സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ കീം 2024 എഞ്ചിനീയറിംഗ്, മെഡിക്കൽ അല്ലെങ്കിൽ ബി.ഫാം അല്ലെങ്കിൽ ആർക്കിടെക്ചറിനൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ ധാരാളം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിരുന്നു. നേറ്റിവിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ OBC, NCL, EWS, മൈനോറിറ്റി, കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് മേഖലയിലെ NRI, MBBSൻ്റെയും BDSൻ്റെയും NRI സീറ്റുകൾ, അങ്ങനെ ധാരാളം സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ഏപ്രിൽ 17 വരെ. ഈ സാഹചര്യത്തിൽ ചില വിദ്യാർത്ഥികൾക്കെങ്കിലും അവരവരുടെ റിസർവേഷനുകൾ യഥാസമയം ക്ലെയിം ചെയ്യാൻ സാധിച്ചില്ല. ഉദാഹരണത്തിന് ഒരു ക്രിസ്ത്യൻ വിദ്യാർത്ഥിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മൈനോറിറ്റി വിഭാഗത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല. നീറ്റ് 2024 അനുസരിച്ച് കേരളത്തിലെ 7 ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിന് 400 MBBS സീറ്റുകൾ കൂടുതലുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നീറ്റ് എക്സാം ഇപ്പോൾ കഴിഞ്ഞപ്പോൾ മൈനോറിറ്റിയും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു ബെറ്റർ കോളേജ് ലഭിക്കുമായിരുന്നെങ്കിൽ ആ സമയത്ത് അത് ആഡ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഇപ്പോൾ അത് തങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അഡീഷണൽ ആയിട്ട് മൈനോറിറ്റി ആഡ് ചെയ്യാനൊരു അവസരം വന്നിരിക്കുന്നു. ഒരു NRI സീറ്റ് കേരളത്തിലെ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ BDSൻ്റെ സ്വകാര്യ കോളേജുകളിലും NRI സീറ്റുകളുണ്ട്. നീറ്റ് 2024 കഴിഞ്ഞ സാഹചര്യത്തിൽ മാർക്കിന് വേരിയേഷനുള്ള വിദ്യാർത്ഥികൾക്ക് 20 ലക്ഷം പെർ ഇയർ കൊടുക്കുന്ന അല്ലെങ്കിൽ പുതിയ ഫീസ് വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ആ ഫീസ് അനുസരിച്ച് ഒരു NRI സീറ്റിനാണെങ്കിലും അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരവസരം കൂടി കേരള എൻട്രൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു EWS സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഏപ്രിൽ 17 എനിക്കത് അപേക്ഷിക്കാൻ സാധിച്ചില്ല എങ്കിൽ പുതിയതായി ആ കാറ്റഗറി ആഡ് ചെയ്യാനുള്ളൊരു അവസരം വന്നിരിക്കുന്നു. OBC, NCL, എക്സ് സർവീസ്മാൻ, അങ്ങനെ വിവിധ കാറ്റഗറികളൊക്കെ പുതിയതായി ആഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കേരള എൻട്രൻസ് കമ്മീഷണർ ഇപ്പോൾ നൽകിയിരിക്കുന്നു. കീം 2024 അപേക്ഷിക്കുകയും യഥാസമയം വിവിധ കാറ്റഗറികൾ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് ഏത് കാറ്റഗറിയും അവനവൻ്റെ അപേക്ഷയോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ വന്നിരിക്കുന്നത്. കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ, MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി അങ്ങനെയുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, പുതിയതായി NRI സീറ്റുകൾ, മൈനോറിറ്റി കാറ്റഗറി ക്ലെയിമുകൾ, OBC, EWS, SC, ST അങ്ങനെയുള്ള കാറ്റഗറി ക്ലെയിമുകൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള അവസരം. സംസ്ഥാനത്തെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് 24-25 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിനായി നിശ്ചിത സമയത്തിനകം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈൻ അപേക്ഷയോടൊപ്പം NRI, മൈനോറിറ്റി കാറ്റഗറി ക്ലെയിമുകൾ സമർപ്പിക്കാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയതായി പ്രസ്തുത ക്ലെയിമുകൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള അവസരം ജൂൺ 24 വൈകുന്നേരം 6 മണി വരെ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് എൻ്റർ ചെയ്ത് റിസർവേഷൻ ക്ലെയിം എന്ന മെനു ക്ലിക്ക് ചെയ്ത് ഈ പറയുന്ന NRI അല്ലെ ക്രിസ്ത്യൻ മൈനോറിറ്റി അല്ലെ മുസ്ലിം മൈനോറിറ്റി അല്ലെങ്കിൽ OBC, EWS അങ്ങനെയുള്ള ക്ലെയിമുകൾ ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും. പുതിയതായി ക്ലെയിമുകൾ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ സാമുദായിക സംവരണം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് മൈനോറിറ്റി ആണെങ്കിലോ ഒക്കെയുള്ള സർട്ടിഫിക്കറ്റ്, കേരളത്തിലെ വിദ്യാഭ്യാസത്തിനുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, OBC, NCL, EWS കോട്ട, ജനറൽ വിഭാഗത്തിന് ഗവൺമെൻറ് കോളേജുകളിലും സ്വകാര്യ കോളേജുകളിലും കിട്ടുന്ന EWS റിസർവേഷനുകൾ, NRI കോട്ട, മൈനോറിറ്റി കോട്ട എന്നിവ ആവശ്യമുള്ളവർ ആവശ്യമായ അനുബന്ധ രേഖകളാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തതിനകത്ത് NRI എന്ന് കൊടുക്കുകയാണെങ്കിൽ NRIക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണോ അതെല്ലാം ഇപ്പോൾ അപ്ലോഡ് ചെയ്യണം. EWS ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണം. OBC, NCL ആണ്, ഈഴവ കൂട്ടിച്ചേർക്കണമെങ്കിൽ വില്ലേജ് ഓഫീസർ എന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഏതൊരു കാറ്റഗറിയും പുതിയതായി അവനവൻ്റെ അപേക്ഷയോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 24/6/2024 വൈകുന്നേരം 6 മണിക്കുള്ളിലാണ് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ ഈ പറയുന്ന ക്ലെയിമുകൾ NRI, OBC, EWS
അല്ലെങ്കിൽ മൈനോറിറ്റി എന്നിവ ആഡ് ചെയ്യാനുള്ള അവസാന അവസരം. ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ എത്രയും വേഗം തയ്യാറാക്കുകയും അവ കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. അതിനുശേഷം പഴയ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെയും പുതിയതായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുടെയും സർട്ടിഫിക്കറ്റുകൾ എൻട്രൻസ് കമ്മീഷണർ വെരിഫൈ ചെയ്യുകയും ഏതെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ OBC NCLനോ EWSനോ NRIക്കോ കാൻഡിഡേറ്റ് പോർട്ടലിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾക്ക് അപാകതകളുണ്ടെങ്കിൽ, നേറ്റിവിറ്റി അടക്കമുള്ള അപാകതകളുണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതിന് ഇതിന് ശേഷം 24-ാം തീയതിക്ക് ശേഷം വീണ്ടും അവസരം തരുകയും ചെയ്യും. അതുകൊണ്ട് ഓൾറെഡി എല്ലാ സർട്ടിഫിക്കറ്റുകളും വെച്ച് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ 24-ാം തീയതിക്ക് ശേഷം കാൻഡിഡേറ്റ് പോർട്ടൽ വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ തങ്ങൾ അന്ന് സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളിൽ അപാകതയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പുതിയതായി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നവർക്കും ആ അവസരത്തിൽ തങ്ങൾ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ വാലിഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കീം 2024 ഈ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണമെന്ന അഭ്യർത്ഥനയോടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.